ശക്തമായ കാറ്റിലും മഴയിലും കൊല്ലം ജില്ലയിൽ 48.69 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. 164 വീടുകൾ പൂർണ്ണമായും ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായി തകർന്നു. ഇളമ്പള്ളൂരിൽ മരം കടപുഴകി സ്കൂൾ ബസ് തകർന്നു. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ പല പ്രേക്ഷകരും പറയുന്നുണ്ടായിരുന്നു കൊല്ലത്ത് മഴ കാരണം പല വീടുകളിലും വൈദ്യുതി ഇല്ല എന്ന വിവരമടക്കം. അപ്പോൾ കൊല്ലത്തെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മഴക്കെടുതിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. ഇന്നലെ മുതൽ തന്നെ പല ഭാഗത്തും, അത് കൊല്ലം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ തന്നെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. അത് 2 ദിവസമായി വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു പല മേഖലയിലും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ KCBക്കാർ വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം പല ഭാഗങ്ങളിലും നടത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ഓരോ ദിവസവും ഈ ലൈൻ വൈദ്യുതി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വലിയ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ടാണ് ഇതിലൊരു സാങ്കേതികത്വമായ നടപടികൾ വൈകുന്നത് എന്നുള്ളതാണ് KCB വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, കൊല്ലം ജില്ലയിൽ മഴക്കെടുതിയിൽ ഇന്നലെ വരെയുള്ള നാശനഷ്ടത്തിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 48,69,000 രൂപയുടെ നാശനഷ്ടം കൊല്ലം ജില്ലയിൽ മാത്രം ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തുന്നത്. 164 വീടുകളാണ് ഭാഗ്യമായി തകർന്നത്. 6 വീടുകൾ ജില്ലയിൽ പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിന്ന് അറിയിക്കുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കൊല്ലം ഇളമ്പള്ളൂരിൽ, അത് വളരെ ദയനീയമായ കാര്യമാണ്, മറ്റന്നാൾ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ട വാഹനം, അത് മൗണ്ട് വ്യൂ സ്കൂളിന്റെ വാഹനമാണ്. ടെസ്റ്റ് അടക്കം നടത്തി ഈ ഡ്രൈവറുടെ വീടിന്റെ തൊട്ട് മുമ്പ് ഇട്ടിരുന്ന വാഹനമാണ്. അത് ഈ മരം കടപുഴകി വീണതിനെ തുടർന്ന് വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. നിലവിൽ ജില്ലാ ഭരണകൂടം ഈ യാത്രക്കാരോടക്കം വലിയ ജാഗ്രത, മരങ്ങൾക്ക് മുമ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ പോലും നമ്മൾ ഈ സ്ഥിതി വീണ്ടും കാണുന്നു. അതാണ് ഈ അപകടങ്ങൾ വരുത്തി വെക്കുന്നത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും മഴ ശമനമില്ലാതെ കൊല്ലത്ത് തുടരുകയാണ്. തീരദേശ മേഖലയിൽ ആശങ്ക ഒഴിയുന്നില്ല. വലിയ തോതിൽ കടലാക്രമണ ഭീതി കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന തിരമാലകൾക്കടക്കം സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഓക്കെ, അരുൺരാജാണ് ആ വാർത്ത ഇടുന്നു. എന്നാൽ നമുക്ക് സ്കൂൾ ബസ്സിന്റെ മുന്നിൽ വീണ് ബസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൊളിഞ്ഞു അല്ലേ? ഭാഗ്യം. എന്താണ് അത്, ആൾക്കാരൊന്നും ഇല്ലായിരുന്ന കാര്യമായി.